ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ വാനരന്മാർക്കുള്ള ഓണസദ്യ അത് ഒരുക്കുകയാണ്. അവിടെ നിന്നും രാജ്കുമാർ കൂടി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. രാജ്കുമാർ, ഓണസദ്യ ഒരുക്കിയോ? വാനരന്മാരെത്തിയോ? എന്താണ് ഇപ്പോൾ അവിടെയുള്ള വിവരം? ദൃശ്യങ്ങൾ കാണട്ടെ. വേണമെങ്കിൽ നമ്മുടെ പൂർവിക എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ ഡാർവിൻ സിദ്ധാന്തം അനുസരിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും കൂടി കരുതണം. പക്ഷേ ഡാർവിൻ സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ കുരങ്ങനിൽ നിന്നല്ല, നമ്മളും കുരങ്ങന്റെയും പൂർവ്വ പിതാവ് ഒന്നാണ് എന്നാണുള്ളതാണ്. അതിൽ നേരിയ വ്യത്യാസമുണ്ട്, എങ്കിലും നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതെ, ഇവിടെ ഈ സായിപ്പായിരുന്നു ഇവരുടെ തലവൻ. ഇപ്പോൾ ഇതിനകത്തേക്ക് അവരെ വിളിച്ചു തുടങ്ങി. അല്പസമയത്തിനകം ഈ ഉത്രാട സദ്യ അല്പസമയത്തിനകം ആരംഭിക്കും. അതായത് സായിപ്പായിരുന്നു ഇവരുടെ ഈ വാനരപ്പടയുടെ തലവൻ. ആ സായിപ്പിന്റെ വിയോഗത്തെ സായിപ്പിന്റെ മക്കളും അനിയനും സഹോദരനും അവരെല്ലാം ഇതിനുള്ളിലേക്ക് അവരായിരുന്നു പിന്നീട് ഇത് നിയന്ത്രിച്ചിരുന്നത്. ഇപ്പം നീലൻ, കഴിഞ്ഞ 2-3 വർഷം മുമ്പായിരുന്നു നീലൻ്റെ വിയോഗം. നീലനായിരുന്നു പിന്നീട് വന്ന ഒരു തലവൻ. ആ നീലൻ്റെ വിയോഗത്തെ തുടർന്ന് പിന്നീട് മറ്റാരും ഇല്ലാതായി. ഇപ്പോൾ ആൻഡ്രു ഉണ്ട്, ലക്ഷ്മി, ശാന്ത, രാജു, ഇങ്ങനെ തുടങ്ങിയ പല പേരുകളിൽ ഈ എത്തി. സായിപ്പിന്റെ വിയോഗത്തെ തുടർന്ന് പിന്നീട് നീലനായിരുന്നു. പിന്നീട് കൊച്ചു സായിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചു സായിപ്പിനെ കാണാനില്ല. ഏതാണ്ട് 100 കണക്കിന് വാനര പട 50 വർഷമായി ഇവിടെ ഒരു നല്ലൊരു മനുഷ്യൻ, അദ്ദേഹമാണ് ഇവിടെ ആദ്യമായിട്ട് ഈ വാനരന്മാർക്ക് ഭക്ഷണം ഒരുക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെയൊരു വാനര ഭോജനശാല നിർമ്മിച്ചതും അതിനുള്ള സാമ്പത്തികത ഇപ്പോൾ അജിം ഷാ തുടങ്ങി. അവരുടെ മേളം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വന്നത് ഇത് കൊച്ചു സാഹിബിൻ്റെ പൗത്രൻ്റെ ഇതിൽപ്പെട്ട ഒരാളാണെന്ന് തോന്നുന്നു. രാജു എന്ന് അങ്ങനെ പല പേരൊക്കെ വിളിക്കുന്നുണ്ട് ഇവരെല്ലാം. അതിൻ്റെ ഗണങ്ങൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കൂടുതലുള്ളത്. 50 വാനരന്മാരെ ഇപ്പോൾ നിലവിൽ ഈ ശാസ്താംകോട്ടയിലുള്ളൂ, അതിൽ കൂടുതലില്ല. ശാസ്താംകോട്ട എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിനകത്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, പുറത്തുള്ള ചന്തക്കുരങ്ങ് ഇവിടെ വരില്ല അല്ലേ? അമ്പലക്കുരങ്ങും ചന്തക്കുരങ്ങും ഇല്ലേ? രണ്ട് അതെ ഉണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഈ സായിപ്പിൻ്റെ ഒരു ഉദയത്തോടു കൂടി ഇതിനകത്തുള്ള ഈ ശിഥിലമാക്കുന്ന ഗ്രൂപ്പിസം ഉണ്ടാക്കുന്ന ആളുകളെ മുഴുവനും ഈ സായിപ്പ് തുരത്തി ഓടിച്ചു. അങ്ങനെ ഏതാണ്ട് നല്ല ശതമാനം വാനരപ്പട പുറത്ത് ചന്ത കുരങ്ങന്മാരെന്ന നിലയിൽ പുറത്തേക്ക് ക്ഷേത്രത്തിൻ്റെ കാമ്പൗണ്ടിലേക്ക് അവർക്ക് പ്രവേശനം നിഷേധിച്ചു. ആരെ ഇതിനുള്ളിൽ അവർ പ്രവേശിപ്പിക്കില്ലായിരുന്നു. സായിപ്പിൻ്റെ ആ കാലം മുതൽ തുടങ്ങിയ ആ ഒരു സിസ്റ്റം പിന്നീട് ഇപ്പോൾ സായിപ്പിൻ്റെ തലമുറയിലുള്ള ബാക്കിയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം, ഈ വാനര പട സായിപ്പിൻ്റെ കുടുംബത്തിലുള്ള ആളുകളാണ് ഇപ്പോഴും ഇത് നിയന്ത്രിക്കുന്നത്. ഇപ്പോഴും ഈ ചന്തക്കുരങ്ങന്മാർക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല, ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവരെ ഇതിനകത്തേക്ക് അവർ കടത്തിവിടില്ല. ഇപ്പോൾ ഈ ചന്തക്കുരങ്ങന്മാർ പക്ഷേ പെറ്റുവരികി. ഏതാണ്ട് 500ഓളം ചന്തക്കുരങ്ങന്മാർ ശാസ്താംകോട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ അവർ താമസിക്കുകയാണ്. അവരുടെ ആവാസ വ്യവസ്ഥ അവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞു. മനുഷ്യർക്ക് വല്ലാതെ ശല്യം അവരുണ്ടാക്കുന്നുണ്ട്. കൃഷി നശിപ്പിക്കുക, വിളകൾ കൊണ്ടുപോവുക, അങ്ങനെ വീട്ടിനകത്തുള്ള പാത്രങ്ങൾ വരെ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെ വലിയ ഒരു ശല്യം തന്നെ ഈ ചന്തക്കുരങ്ങന്മാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് സദ്യ ഒരുക്കണമെന്ന് ഇതേപോലെ തന്നെ കഴിഞ്ഞ ഒരു 20 കൊല്ലമായി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ സദ്യ ഒരുക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഇവിടെ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഈ ശല്യം ചെയ്യുന്ന വാനരപ്പടയെ മുമ്പ് പഞ്ചാബിൽ നിന്ന് വന്ന ഒരു സംഘം ഏതാണ്ട് ഒരു 10-15 വർഷം മുമ്പ് വലിയ ഒരു കെണികളെല്ലാം സ്ഥാപിച്ച് നിരവധി വാനരന്മാരെ ചന്തക്കുരങ്ങന്മാരെ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു. ആ കുരങ്ങന്മാർക്ക് ശേഷം പിന്നീട് പെറ്റുവരികയാണ് ഈ 500ഓളം ഈ വാനരന്മാർ. ഇനിയിപ്പോൾ അവരെ കൂടി ഇതിൽ നിന്ന് ഈ നാട്ടുകാർക്ക് ഒരു പൊതുശല്യമായി മാറിയ ഈ വാനരന്മാരെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ക്ഷേത്രകുരങ്ങന്മാർക്ക് മാത്രമാണ് സദ്യ ഉള്ളത്. അതിപ്പോഴും തീർച്ചയായും ഇത് വർഷങ്ങളായി തന്നെ മുടങ്ങാതെ നടക്കുന്ന ഒന്നാണ് അല്ലേ? പക്ഷേ നേരത്തെയൊക്കെ മുൻകാലങ്ങളിലൊക്കെ വലിയ തിരക്കാണ് ഇത് വിളമ്പി വെക്കുമ്പോൾ ഉണ്ടാകുക. പക്ഷേ ഇപ്പോൾ അത്രയും കാണുന്നില്ലല്ലോ രാജ്കുമാർ. അജിം ഷാ, ഇദ്ദേഹമാണ് ഈ വാനരന്മാർക്ക് ആവശ്യമായിട്ടുള്ള സദ്യ ഈ കഴിഞ്ഞ ഇത്രയും പതിറ്റാണ്ടുകളായി ഒരുക്കുന്നത്. അതിൻ്റെ സംഘാടകർ കൂടിയാണ്. ശാസ്താംകോട്ട എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വാനരന്മാരെ കുറിച്ച്
വാനരന്മാരെക്കുറിച്ച് അറിയാത്ത മലയാളികളില്ല. ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ വാനരന്മാർ ഏതാണ്ട് ത്രേതായുഗ കാലഘട്ടം മുതൽ ഇവിടെ അന്തേവാസികളാണ്. ക്ഷേത്രവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ഈ നാട്ടിലെ ഭക്തജനങ്ങൾ അവരെ ഭഗവാന്റെ ഒരു പ്രതിപുരുഷന്മാരായിട്ടാണ് കാണാറുള്ളത്. അത്രമാത്രം ദിവ്യത്വം ഭക്തജനങ്ങൾ ഇവിടുത്തെ വാനരന്മാർക്ക് കൽപ്പിക്കുന്നുണ്ട്. ത്രേതായുഗ കാലഘട്ടത്തിൽ ഭഗവാൻ ശ്രീരാമൻ രാവണ നിഗ്രഹം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ശാസ്താംകോട്ടയിൽ തങ്ങിയെന്നും അദ്ദേഹം ഇവിടെ പിതൃതർപ്പണം നടത്തിയിട്ടുണ്ടെന്നും ആണ് പറയപ്പെടുന്നത്. അന്ന് വാനര സൈന്യത്തിൻ്റെ എഞ്ചിനീയറായിരുന്ന ആർക്കിടെക്റ്റായിരുന്ന നീലൻ്റെ നേതൃത്വത്തിൽ ഏതാനും വാനരന്മാരെ ശാസ്താംകോട്ട ധർമ്മശാസ്താവിൻ്റെ തോഴരായി നിയോഗിച്ചു. അതിൻ്റെ പരമ്പരകളാണ് ഇന്ന് കാണുന്ന വാനരന്മാർ എന്നാണ് വിശ്വാസം. ഞാൻ ഏകദേശം 50 വർഷത്തിലേറെയായി ഇവിടെ ഉത്രാട സദ്യ നടത്തുന്നുണ്ട്. കാര്യം നമ്മൾ ഓണം വളരെ വിഭവസമൃദ്ധമായി ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മോട് ഇണങ്ങിച്ചേർന്ന് നമ്മളിൽ ഒന്നായിട്ട് കാണുന്ന വാനരന്മാരെ പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സങ്കടകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നി ഒരു സദ്യ ഉത്രാട ദിവസം നടത്തണമെന്ന് തോന്നി അന്ന് തൊട്ട് ഇത് നടത്തി വരുന്നു. പക്ഷേ ഈ പുറത്തേക്ക് പോയ, അതായത് സായിപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരു തലവനായി രൂപപ്പെട്ടതോടുകൂടി ഈ ഇവിടെയുള്ള വാനരന്മാർ നല്ലൊരു ശതമാനം പുറത്തേക്ക് പോയില്ലേ, ചന്തക്കുരങ്ങന്മാരായി മാറി. ഇപ്പോൾ അവിടെ നാട്ടുകാർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇവിടുന്ന് പോയിട്ട്. അത് മുമ്പും ഈ ക്ഷേത്രത്തിൽ നിന്ന് വാനരന്മാർ തമ്മിൽ അടിയിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ക്ഷേത്രം വിട്ട് പോകാറുണ്ട് വെളിയിലേക്ക്. അവർ പിന്നെ തിരികെ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ വാനരന്മാർ ഇങ്ങോട്ട് ഭ്രഷ്ട് കൽപ്പിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ പരിസര പ്രദേശത്തുള്ള വീടുകൾ, മുമ്പ് കോളേജ് വരുന്നതിന് മുമ്പ് ഇവിടെ പരിസര പ്രദേശത്തൊന്നും വീടുകളോ മറ്റ് ആൾപ്പാർപ്പോ ഇല്ലായിരുന്നു. അന്ന് കായികനികളും അതും ഇതുമൊക്കെ ആയിട്ട് അവർ കഴിഞ്ഞുകൂടി. പക്ഷേ അതിനുശേഷം കോളേജിൻ്റെ വരവോടുകൂടി വെളിയിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ അവർക്ക് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടും ഉണ്ടാകാറുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അവർക്ക് സദ്യ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പക്ഷെ അത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പതിറ്റാണ്ടുകളെ ഈ ആവശ്യമുണ്ടെങ്കിലും ആരും പരിഗണിക്കുന്നില്ല. അങ്ങനെ ഇവർക്ക് ഈ ഭക്ഷണം, ഇപ്പോൾ കാട്ടിലുള്ള ആനയൊക്കെ നാട്ടിലേക്ക് വരുന്നത് ഭക്ഷണം കിട്ടാതെ ആവാസ വ്യവസ്ഥ ഇല്ലാതാവുമ്പോഴാണ്. അതേപോലെ തന്നെയാണ് ഈ വാനരപ്പടയും. അവരിപ്പോൾ ഈ മറ്റൊരു സ്ഥലങ്ങളിൽ പോയി ശല്യം ചെയ്യുന്നത് അവർക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് അത് ഒരുക്കുന്നതിന് സംവിധാനം എപ്പോഴാണ് ഇനി ഉണ്ടാവുക? ഇനി ഏത് കാലത്തുണ്ടാവും? അത് രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും അതിന് മുൻകൈ എടുക്കണം. ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വെളിയിൽ പോയിരിക്കുന്ന ഈ വാനരന്മാരെ സംരക്ഷിക്കുവാൻ ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെ ഒരു ടെൻ്റ് അടിച്ച് ഈ വാനരന്മാരെ ഇവിടെ സംരക്ഷിച്ച് അവർക്ക് ആഹാരം കൊടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും പരമപ്രധാന കാര്യം. അതായത് ഞാൻ ക്ഷേത്ര ഉപദേശ സമിതിയുടെ സെക്രട്ടറിയാണ്, ശശികുമാർ എന്നാണ് എൻ്റെ പേര്. ഈ ക്ഷേത്രത്തിലെ 2 തരമുള്ള വാനരന്മാരെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഇവിടെ തരുന്ന ആഹാരം കൊടുക്കുന്നത് ഇവിടുത്തെ 2 ഭക്തജനങ്ങൾ ചേർന്നാണ്. ദേവസ്വം ബോർഡും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒരു ഭക്തനോട് ചേർന്നാണ് ഈ ദിവസത്തെ അന്നദാനം നൽകുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 2 ക്ഷേത്രത്തിൽ 2 തരം വാനരന്മാരുണ്ടാകുമ്പോൾ ക്ഷേത്രവിശ്വാസികൾ ഈ ആഹാരം കൊടുക്കുകയാണ്. പക്ഷേ ക്ഷേത്രത്തിന് പുറത്തുള്ള ഈ ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്ന ഈ വാനരന്മാർക്ക് ആഹാരം നൽകുന്നില്ല. ഈ ആഹാരം നൽകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണാധികാരികളായാലും അവരെ സംരക്ഷിക്കണം, അവർക്ക് അതിനുള്ള ആഹാരം കൊടുക്കണം. അതിന് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഈ ഒരു ടെൻറ്റ് അടിച്ച് അവിടെ ഈ വാനരന്മാരെ നിർത്തിയിട്ട് ഒരു ടൂറിസം മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് അവിടെ ആഹാരം കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വാനരന്മാരെ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അജിംഷാദ് ഇപ്പോൾ കട്ടില്ലേ, അവനിഷ്ടം മുട്ടായിയൊക്കെയാണ്. ഈ പലപ്പോഴും ഈ മുട്ടായി പേടിയുണ്ടെന്ന്, മുട്ടായിയൊക്കെ അത് കഴിക്കുന്നത് ഇഷ്ടം പലതുകൊണ്ട്. ഈ ചന്തക്കുരങ്ങളുടെ കാര്യത്തിൽ, അതായത് പുറത്തുള്ള കുരങ്ങൾ, ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രക്കുരങ്ങൾ ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുള്ള ഈ കുരങ്ങൾ അവരാണ് കൂടുതൽ, അവരാണ് സാധാരണഗതിയിൽ അഗ്രസീവ് ആകുന്നത്. അവർക്കുള്ള സദ്യ ഒരുക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞതല്ലേ? അങ്ങനെ ഒരു തീരുമാനം ഉണ്ടോ? അത്തരത്തിൽ ആകുന്നുണ്ടോ? അതാണ് വലിയ പ്രശ്നമാണ്. അത് ഇതുവരെ നമുക്കിപ്പോൾ ഈ പുറത്ത്, ഞാൻ നേരത്തെ അതാണ് സൂചിപ്പിച്ചത്, വന്യമൃഗങ്ങൾ കാടിറങ്ങി വരുന്നതിൻ്റെ കാരണം
അവർക്ക് അവിടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടു, ഭക്ഷണമില്ല, വെള്ളമില്ല. സ്വാഭാവികമായും അത് ഉള്ളിടം തേടി വരും. അതാണ് നാട്ടുകാർക്ക് ഇപ്പോൾ ഒരു ശല്യമായി മാറുന്നത്. അത് ഈ മനുഷ്യമൃഗ സംഘർഷ മേഖലയായി മാറുന്നത്. പക്ഷേ ശാസ്താംകോട്ട, ഇപ്പം നഗരപ്രദേശമായിട്ടുള്ള ശാസ്താംകോട്ടയിൽ ഇതേ പ്രശ്നമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നാട്ടുകാർക്ക് വലിയ പ്രശ്നമാണ്. ഇപ്പം മയിലുകൾ പെറ്റ് പെരുകിയതോടെ വിളകൾ നശിപ്പിക്കുന്നതും ഈ സർവ്വകൃഷിയും നശിപ്പിക്കുന്നതും മയിലുകൾ ഇപ്പോൾ ഒരു പതിവാക്കിയിട്ടുണ്ട്. തെന്മലയിലൊക്കെ പോയാൽ ധാരാളമായി നമുക്കത് കാണാം. ഇവിടെ ശാസ്താംകോട്ടയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ജനവാസ മേഖലയാണ്. ഇവിടെ അങ്ങനെ വന്യമൃഗങ്ങളുള്ള സ്ഥലമല്ല. കാട്ടുപന്നിയൊക്കെ ഉണ്ടെങ്കിലും മറ്റ് വന്യമൃഗങ്ങളില്ല. പക്ഷേ ഈ വാനരന്മാർ ഇപ്പോൾ പെറ്റുപെരുകി 500ഓളം ഉണ്ട്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണമില്ല, ഒന്നുമില്ല. അവർ 3 സംഘങ്ങളായി തിരിഞ്ഞ് പരസ്പരം ഒരു സ്ഥലത്ത് വന്ന് ഈ മാഫിയ സംഘങ്ങൾ ഏറ്റുമുട്ടുന്നത് പോലെ ഏറ്റുമുട്ടുന്നത് ആൾക്കാർ കാണുന്നു. പല വാനരന്മാരും അതിൽ ചത്തു വീഴുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോവിഡ് സമയത്ത് വലിയ സങ്കടകരമായ അവസ്ഥ, ഭക്ഷണം കിട്ടാതെ ഈ വലഞ്ഞ ഈ വാനരന്മാർ പലതും ഈ മൃതപ്രായരായും പ്രാതരായി പിന്നീട് അവർ ഈ ചത്തുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷികളും അത് ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പോർട്ട് മേഖലയിൽ, ഫിഷറീസ് മേഖലയിലൊക്കെ അവിടുത്തെ ഭക്ഷണം നഷ്ടപ്പെടുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം വേണം. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ ഈ തിരുവോണ നാളിലും ഉത്രാട നാളിലും കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഈ നമ്മുടെ ശാസ്താംകോട്ട ദേവസ്വം ക്ഷേത്രത്തിൽ, ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇങ്ങനെ ഈ വാനരന്മാർക്ക് ഇപ്പോൾ സദ്യ കൊടുക്കുന്നത് തുടർച്ചയായി അത് നടക്കുന്നു. അത് തന്നെ ഒരു വലിയ കാര്യം. ഇവരെയെങ്കിലും സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ 50 പേരേ ഉള്ളൂ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊച്ചു സായിപ്പ്, പിന്നീട് നീലൻ, പിന്നെ ആദ്യം സായിപ്പായിരുന്നു, പിന്നെ കൊച്ചു സായിപ്പ്, നീലൻ, ഈ ശാന്ത, ബിനു, അങ്ങനെ പല പേരുകളിലാണ് ഈ നാട്ടുകാർ ഇവരെ വിളിക്കുന്നത്. ഈ ഇവിടെയുള്ള അമ്പലത്തിലുള്ള ജീവനക്കാരുമായി ഇവർക്ക് വലിയ അടുപ്പമുണ്ട്. അവരുടെ ശബ്ദം കേട്ടാൽ തന്നെ ഉടനെ അവർ വിളിച്ചാൽ ഓടിയെത്തും. അങ്ങനെയാണ് ഈ സദ്യയുടെ എപ്പോഴുമുള്ള ഒരു കീഴ്വഴക്കവും ആ പതിവും. ഇതിലൊരു തലേവി ലക്ഷ്മി വന്നിട്ടുണ്ട്. ലക്ഷ്മിയാണ് ഇപ്പോൾ ഈ വന്ന് കഴിക്കുന്നത്. നിലവിൽ ഇവിടുത്തെ ഒരു മഹാറാണി എന്നൊക്കെ പറയുന്നത് പോലെ ആ ലക്ഷ്മിയാണ് ഇപ്പോൾ ഈ വന്നത് ഇത് കഴിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന കാഴ്ച. ആദ്യം പരിപ്പ്, പപ്പടം, പിന്നീട് സാമ്പാർ, പിന്നെ പുളിശ്ശേരി, പായസം, ഇങ്ങനെയൊന്നും അവർക്കില്ലല്ലോ. എല്ലാ ചിട്ടവട്ടവും അത് കാണാൻ തന്നെ ഒരു സൗന്ദര്യമുണ്ട് അല്ലേ? അവർക്കില്ല. അല്ല, നമുക്കൊരു ചൊല്ലുണ്ടല്ലോ, കുരങ്ങന്മാരുടെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണെന്നൊക്കെ ചിലരുടെ ജീവിതത്തെ മനുഷ്യൻ്റെ ജീവിതത്തെ നമ്മൾ പരിഹസിക്കാറുണ്ട്. ആ പ്രയോഗം പോലെ ഉപയോഗിക്കാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ അതിപ്പോൾ നമുക്കിവിടെ കാണാം. ആ ഒരു മനോഹരമായി വിളമ്പി വെച്ച തൂശനിലയിൽ ആ ഒരു സദ്യ ഏത് നിലയിലേക്ക് അവരാക്കി തീർത്തു എന്നുള്ളത് ഇത് കാണാം. ഇതാണ് മനുഷ്യൻ എപ്പോഴും മനുഷ്യൻ്റെ തെറ്റായ പോക്കിനെ മറ്റുള്ളവർ ഈ കുരങ്ങനുമായി സാമ്യം അവരുടെ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പരിഹസിക്കാറ് അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിക്കാറ്. ശരി രാജ്കുമാർ, എന്തായാലും വാനരന്മാരുടെ സദ്യ അത് കെങ്കേമമായി നടക്കുന്നു. പക്ഷേ പഴയ കാലത്തെ പോലെ വലിയ തിരക്ക് അവിടെയുമില്ല. കാരണം 50 അമ്പലക്കുരങ്ങുകൾ മാത്രമായി അത് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു പരിമിതിയുണ്ട്. പിന്നീട് പുറത്തുള്ള ചന്തക്കുരങ്ങുകൾക്ക്, ക്ഷേത്രത്തിന് പുറത്തുള്ള കുരങ്ങുകൾക്ക് കൂടി സദ്യ ഒരുക്കുന്നതിലേക്ക് പോകണം നാട് എന്ന തീരുമാനമാണ് ഒരുപക്ഷെ അവിടെ രൂപപ്പെടുന്നത്. പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ പോലും.